നമ്മൾ എഗരൂളാണ് നിൽക്കുന്നത്. ബാലുശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ലയിൽ എഗരൂളാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഇവിടെ നല്ലൊരു കൂട്ടായ്മയുണ്ട്, റെഡ് സ്റ്റാർട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. കാരണം സാധാരണ ക്ലബ്ബുകളൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഗ്രാമങ്ങളിലൊക്കെ ക്ലബ്ബുകൾ കാണാറുണ്ട്. പല ക്ലബ്ബുകളും ഒന്നെങ്കിൽ ഈ ഓണസമയത്ത് ഒരു വടംവലി നടത്താനും മാവേലി മന്നന് വരവേൽപ്പും ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് പാപ്പയെ കൊണ്ടുവരാനൊക്കെ ആയിട്ടായിരിക്കും ഓരോ ക്ലബ്ബുകാർ പരിപാടി നടത്തുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി സജീവമായി മനസ്സുകൾക്ക് കൈമാറുന്ന സ്നേഹം മറ്റുള്ളവർക്ക് കൈമാറുന്ന ഒരു ക്ലബ്ബാണ് റെഡ് സ്റ്റാർ ക്ലബ്ബ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പ്രേക്ഷകർ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകത്തില്ല. കാരണം ഇവിടെ കോഴിക്കോട് പ്രാന്തപ്രദേശങ്ങളിലുള്ള ഒരുപാട് പേർക്ക് ഇവർക്ക് ഏത് സമയത്തും 24 hours എപ്പോൾ വിളിച്ചാലും ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് കിഡ്നി പേഷ്യൻസ് ആയ ഒരുപാട് ആളുകളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഇവർ. ഞാൻ അറിഞ്ഞതാണ് ഇതിനകത്ത് ശരി എന്ന് പറയുന്നത് ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ടാവും. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇവരുടെ പ്രധാന ഒരു ആവശ്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ നാടിന് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങണം. ഇതൊക്കെയാണ് ഈ ക്ലബിൻ്റെ ഭാരവാഹികളുടെ ആവശ്യം. തീർച്ചയായിട്ടും ലോകം മുഴുവൻ അറിയേണ്ടതാണ് ഇവിടുത്തെ നന്മ പ്രവർത്തനങ്ങളും. അത് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം എഗരൂളിന്റെ താരങ്ങളെ. നമസ്കാരം. നമസ്കാരം. ഇവരാണ് അവര് അല്ലേ? കുറെ ആളുകളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവര്. എന്താണ് പേര്? ഷിബിൻ, ഷിജു, പ്രജീഷ്, സനൂപ്, നിജിൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമാണല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ നാട്? നല്ല നാടാണ്. നല്ല നാടാണ്. എന്താണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് നല്ല ആൾക്കാരുള്ള, നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ആൾക്കാരാണോ? കാണാനല്ല, എല്ലാ പ്രവർത്തികളും ചെയ്യാൻ പറ്റിയ ഒരു സേവന പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയ, കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാതെ നല്ല രീതിയിലേക്ക് നടത്താൻ പറ്റിയ ഒരു കൂട്ടം ആൾക്കാരുള്ള നാടാണ്. അതാണ് എഗരൂൾ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ? ഞങ്ങളെ റെഡ് സ്റ്റാറിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ആദ്യം തന്നെ എഗരൂൽ അങ്ങാടിയിൽ മോശമായി കിടന്ന ഒരു ബസ് സ്റ്റോപ്പ് ആയിരുന്നു. ഒരാൾക്കും ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാൻ പറ്റാത്ത രീതിയിലേക്കായിരുന്നു. ആ രീതിയിലുള്ള സ്ഥലം നല്ല രൂപത്തിലേക്ക് ആ ബസ് സ്റ്റോപ്പ് പണിഞ്ഞ് നല്ല ടൈലൊക്കെ വെച്ച് ജനങ്ങൾക്ക് നല്ല രൂപത്തിലേക്ക് ആക്കി ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യ പ്രവർത്തനം അതായിരുന്നു. പിന്നെ ഒരു വർഷം തികയുമ്പോഴേക്കും ഒരു അതുൽ എന്ന് പറഞ്ഞ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിന് കിഡ്നി പേഷ്യന്റ് ആയതുകൊണ്ട് അയാൾക്ക് ഒരു പണം സ്വരൂപിച്ച് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു കരാട്ടെ പ്രദർശനം എഗരൂല് വെച്ച് കരാട്ടെ തന്നെ ഉള്ളൂ. അതിലൊരു പണം സ്വരൂപിച്ച് 1.5 ലക്ഷം രൂപത്തോളം ആ പണം സ്വരൂപിച്ച് അതുലിന് കൊടുത്ത്. അതാണ് ആദ്യം രണ്ടാം പ്രവർത്തനം. പിന്നെ അതിനുശേഷം ഈ പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഈ നാട്ടിൽ വന്നു കൂടിയതാണ്. ഞാൻ ആരെ അറിയാത്ത ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഒരു ദിവസം രാത്രി ഞങ്ങളെ എടുത്ത് വന്നിട്ട് ഒരു ഷോപ്പിൽ നിൽക്കാനായിരുന്നു. ആ ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കല്യാണക്കുറി തന്നിട്ട് എൻ്റെ കല്യാണമാണ് ഇന്ന ദിവസം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളൊരു കൂട്ടം ആൾക്കാർ അവിടെ കല്യാണം വിട്ട് പോയി നോക്കുമ്പോൾ അമ്മയും മോളും മാത്രം പെയിന്റ് അടിക്കുക പുരക്കി. അത്രയും ദയനീയാവസ്ഥയുള്ള പുര കാണുമ്പോൾ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ കല്യാണം വെറുതെ ഒന്ന് വിളമ്പാനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ആ കല്യാണം മൊത്തം ഞങ്ങൾ ഏറ്റെടുത്ത് ആ തലേന്ന് രാത്രി വരെ മുക്ക് മണ്ടടിപ്പിച്ച് രാവിലെ പോകുമ്പോൾ സ്വർണത്തിന് മാലടിപ്പിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ. വെരി ഗുഡ്. പിന്നെ അതിനുശേഷം ജില്ലാതല വടംവലി നടത്തി. ജില്ലാതല വടംവലി നടത്തിയിട്ട് അതിൽ കിട്ടിയ പൈസയെല്ലാം ഇവിടെയുള്ള ഒരു പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഞങ്ങളെ വകയായിട്ട് കല്യാണ സമയത്ത് കൊടുക്കാനും സാധിച്ചു. ആ വീട് പണി പുതുക്കാനും കാണിച്ചു. വെരി ഗുഡ്. അപ്പൊ 4 വർഷത്തോളം പിന്നിടുമ്പോഴേക്ക് 4 കാര്യങ്ങൾ ഓരോ വർഷത്തോളം ചെയ്യാൻ കഴിയും. എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം? ഇനിയിപ്പോ നാടിന് ആവശ്യമായ രൂപത്തിലേക്കുള്ള ഒരു ആംബുലൻസ്, അത് ഞങ്ങളൊരു വലിയൊരു സ്വപ്നമാണ്. തീർച്ചയായിട്ടും ആ സ്വപ്നത്തിന്റെ പദ്ധതി തുടങ്ങാനിരിക്കുകയാണ്. ബാലുശ്ശേരിക്കാരൊക്കെ ഒരുപാട് വിദേശത്തൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ട് ഈ നാട്ടിലേക്കൊരു എന്താ പറയാ ഒരു ആംബുലൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഇവിടെ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഒരു ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ നാടിന് എന്നെ ഒരു വലിയ ഒരു ഉപകാരിയായിരുന്നു. എല്ലാ കല്യാണ വീട്ടിലും എല്ലാ സമയത്തും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരാളായിരുന്നു. ഇവിടെ എന്റെ ഞങ്ങളുടെ സുഹൃത്തിന്റെ ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് വീട്ടിന്റെ മുകളിൽ നിന്ന് വീണ് നട്ടല് പൊട്ടുകയാണ്. അപ്പൊ 1.5 വർഷത്തോളം കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജും മറ്റു എല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയി. പിന്നെ ഇവിടെ യുനാനി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ
ചികിത്സയിലാണ്. ഇപ്പൊ 1 വർഷത്തോളമായി അവിടെ ചികിത്സ കഴിയുന്നത്. പുള്ളിക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടോ? സാമ്പത്തികം തീരെ ഇല്ല. ഒരു ചെറിയ മോനാണുള്ളത്, ഒരു ഭാര്യ. ഈ വളരെ കഷ്ടത്തിലുള്ള ഒരു കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചതിനേക്കാൾ ഒരു വലിയ കുന്നാണ്. ആ കുന്ന് കയറി ചെറിയൊരു വീട്. ആ ബാബുവേട്ട ഇപ്പൊ ഇവിടെ യുനാനി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ് കിടക്കുന്നത്. എൻ്റെ കെട്ടിയോൻ നടന്നാലേ എനിക്കിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സുഖമില്ലാത്തൊരമ്മയാണ് വീട്ടിൽ. അതുകൊണ്ട് എനിക്ക് ആകെയുള്ള ആശ്രയമായിട്ട് ഇവർ കിടന്നുപോയി. മോനെ പഠിപ്പിക്കണം. മോനിപ്പോൾ 9ാം ക്ലാസ്സിലാണ്. അവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവരൊന്ന് എഴുന്നേറ്റാലേ എൻ്റെ കാര്യങ്ങളും എൻ്റെ കുട്ടീനെ നോക്കാനും ഇവരുടെ അമ്മേനെ എല്ലാവർക്കും ആയിട്ടുള്ളൊരു ആശ്രയമായിട്ട് നിൽക്കാം. അപ്പം എല്ലാവരോടും ഒന്നും കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ ഷോയിൽ ഒരു 4-5 കണ്ടസ്റ്റന്റിന് വന്നിട്ട് അവരിൽ ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബാബുവേട്ടന് വേണ്ടി നിജിലിന് സൂപ്പർ ബമ്പർ കളിക്കാൻ തയ്യാറാണോ? വളരെ സന്തോഷം. ഇവിടെ മത്സരങ്ങളൊന്നുമില്ല. സ്വാഗതം ചെയ്യാം നിജിലിനെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. അപ്പം ഇതാണ് നിജില്. ഞാൻ എപ്പോഴും ഈ നിജിലിന്റെ പേര് മറന്നു. നാട്ടിൽ വിളിക്കുന്നത് എങ്ങനെയാ? കുട്ടാപ്പി. അത് മതി, കുട്ടാപ്പി. അപ്പോ കുട്ടാപ്പിയാണ് മത്സരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ കുട്ടാപ്പി. അടുത്ത് നിൽക്കുന്ന ഭാര്യയുടെ പ്രാർത്ഥന ഉണ്ടാവും. ഭാര്യയൊക്കെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടാപ്പിക്കുള്ള പണി എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടാപ്പിയെക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അതിരിപ്പുണ്ട്. അതിനകത്ത് ഏത് ഗെയിമാണ് കുട്ടായിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് നോക്കാം. നമുക്ക് നോക്കാം. അതെ, ആദ്യത്തെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. കുട്ടാപ്പിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് പറക്കും തളിക. കുട്ടാപ്പി, ഗെയിം തുടങ്ങാം. പറക്കും തളിക എന്താണെന്ന് മനസ്സിലായല്ലോ. അവിടെ തളികരിപ്പുണ്ട്. 120 സെക്കൻഡാണ് സമയം. ആദ്യത്തെ ഗെയിമിനുള്ള 1000 രൂപയ്ക്കുള്ള ഗെയിമിനുള്ള സമയം 120 സെക്കൻഡാണ്. ഒന്നും വേണ്ട, 3 തളിക ഈ ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി. എറിഞ്ഞിടുക. 120 സെക്കൻഡ് കൊണ്ട് 3 ഇട്ടാൽ മതി. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഭാര്യ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ചോദിച്ചിട്ട് വരട്ടെ. എന്നാ പേരെന്താ? ഹരിത. ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? പാവം അല്ലേ? അയ്യോ എൻ്റെ പൊന്നെ. സാധാരണ പെൺപിള്ളേരൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയാ? ഹസ്ബൻഡ് എങ്ങനെ? അങ്ങനെ കാണിക്കത്തുള്ളൂ. പറക്കും തളികയാണ്. 120 സെക്കൻഡാണ് സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. 3 ഇട്ടാൽ മതി. ഗെയിം സ്റ്റാർട്ട്. പറക്കും തളിക ഇട്ടോളൂ. ഓ, 1. ഓ, 15 സെക്കൻഡ് കഴിഞ്ഞു. ഒരു വിഷയമില്ല കേട്ടോ. റിലാക്സ് ചെയ്തേ ഇത് ഇട്ടോളൂ. രണ്ടെണ്ണോട് ഇടാൻ പറ്റുമോ നോക്കി. യെസ് യെസ്. ഇട്ടോളൂ. യെസ്
ഓക്കെ മതി. 120 സെക്കൻഡിൽ 3 എണ്ണാവുന്നായിരുന്നു പറഞ്ഞത്. ഇത് ഇഷ്ടംപോലെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 120 സെക്കൻഡ് ഇതുവരെ ആയിട്ടില്ല. ഏതായാലും ആദ്യത്തെ ഗെയിമിൽ 1000 രൂപ സമ്മാനം. കുട്ടാപ്പി ഹാപ്പി അല്ലേ? 1000 രൂപ ബാബുവായിട്ടുള്ള 1000 രൂപ ആദ്യത്തെ കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ഗഡു ബാബുവായിട്ടുള്ളത് നമ്മൾ റെഡിയാക്കി അല്ലേ? അതാണ്, അതൊരു നല്ലൊരു കൈയടി. അപ്പോൾ നമ്മൾ തമ്മിലുള്ള കടം തീർക്കുകയാണ്. രൂപയാണ് ആദ്യത്തെ ഗെയിമിൽ ഉറപ്പായ സമ്മാനം കുട്ടാപ്പിക്ക്. നല്ലൊരു കൈയടി. പിടിച്ചോളൂ. ഹാപ്പി അല്ലേ? അടുത്ത കളിയിലേക്ക് പോകാൻ തയ്യാറല്ലേ? 2000 രൂപയുടെ അടുത്ത ഗെയിം തുടങ്ങുകയാണ്. നമുക്ക് നോക്കാം. അടുത്ത ഗെയിം നോക്കിയോളൂ, എടുത്തോളൂ. കുട്ടാപ്പിക്കുള്ള അടുത്ത ഗെയിം എന്താണെന്നറിയാൻ നിങ്ങൾക്കെല്ലാം ആകാംക്ഷാഭരിതരല്ലേ? ആണോ? അതെ, കുട്ടാപ്പിക്കുള്ള അടുത്ത ഗെയിം അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ പെർഫോമൻസ്. நிதானமாக யோசித்தாலும் நில்லாமலோடி யோசித்தாலும் நீதான் மனம் தேடும் மான்பாலன் பூவாயனேந்தும் பூபாலன் என் மடியின் மனவாளன் என தோன்றுதே செந்தூரா சேர்ந்தே செல்வோம் செந்தூரா तेरा மாறன் நம்பு ஐந்தும் வைத்து ஒன்றாய் காற்றில் எய்தாயா செந்தூரா சேர்ந்து செல்வோம் செந்தூரா செங்காந்தள் பூவும் தேரா மாறன் நம்பு ஐந்தும் வைத்து ஒன்றாய் காற்றில் எய்தாயா நடக்கையில் அணைத்தவாறு போக வேண்டும் விரல்களை பிணைத்தவாறு பேச வேண்டும் காலை எழும்போது நீ வேண்டும் தூக்கம் வரும்போது தோள் வேண்டும் நீ பெரிய வரம் தந்தால் அதுவே போதும் செந்தூரா சேர்ந்தே செல்வோம் செந்தூரா तेरा மாறன் நம்பு ஐந்தும் வைத்து ஒன்றாய் காற்றில் எய்தாயா செந்தூரா. സൂപ്പർ മെമ്പർ. രണ്ടുപേർ കൂടെ ഒരു സമ്മാനം. പേരെന്താ? നവനിയുക്ത. എന്താണ്? നവ നിയുക്ത. മോടെ പേര്? ദേവനന്ദ. നന്നായിട്ട് കളിച്ചില്ലേ? ഗംഭീരമായിട്ട് കളിച്ചു. ഒരു പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ കൂട്ടൊക്കെ തന്നെ കളിച്ചത്. ഓക്കെ, താങ്ക് യു. എന്നാ ഉണ്ട്? നല്ലത് തന്നെ. ഗെയിമിന്റെ പേരെന്നറിയണ്ടേ? ബലൂൺ പുഷപ്പ്. 100 സെക്കൻഡാണ് സമയം. ഇവിടെ ഇത് കണ്ടോ, ഒരു സൂചി പോലെയുള്ള ഒരു ഐറ്റം എനിക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഗെയിം മാസ്റ്റർ. പുഷപ്പ് എടുത്തുകൊണ്ട് ഓരോ ബലൂൺ വീതം ഫുള്ള് പൊട്ടിക്കുക. ഗെയിം സ്റ്റാർട്ട്. ബലൂൺ പുഷപ്പ്. കൈയടി പോരാ, കൈയടി പോരാ. ഏതായാലും നമുക്ക് 2000 രൂപയുടെ ഗെയിമിൽ വിന്നറായിരിക്കുകയാണ് പ്രിയങ്കരനായ കുട്ടാപ്പി. ഓക്കെ, അപ്പൊ 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ കുട്ടാപ്പി റെഡിയാണോ? റെഡിയാണോ? തുടങ്ങാം പടയൊരുക്കം. 3000 രൂപയുടെ ഗെയിം. ഏതായാലും നമുക്ക് മൂന്നാമത്തെ ഗെയിമിലേക്ക് പോകാം. 3000 രൂപയുടെ ഗെയിമാണ് അടുത്തതായി നടക്കുന്നത്. റെഡിയല്ലേ? എടുക്കാം. പണി എന്താണെന്ന് നോക്കാം. ഗെയിമിന്റെ പേര് ചുറ്റലുകാരൻ. അതെന്ത് പേരാണാവോ? ഗെയിമിലേക്ക് പോകണം. ഇവിടെ ആരാണ്ട് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമുക്ക് നോക്കട്ടെ. എന്താ മോളെ പേര്?
പല്ലവി. പല്ലവി. പല്ലവി പാട്ട് പാടും അല്ലേ? ഒന്ന് ആഞ്ഞു പിടിച്ചാലോ? ഒരു പല്ലവി പാടൂ. അനുപല്ലവി പാടുക. നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ, താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര, വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര, വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. ഏതായാലും നന്നായിട്ട് പാടി മോള്. മോക്ക് സ്വീകരണം സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം. കയ്യടിച്ചേ. ഏതായാലും 3000 രൂപയുടെ ഗെയിമാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ഗെയിമിന്റെ പേര് ചുറ്റലുകാരൻ എന്നാണ്. എന്തായാലും നമുക്ക് കളി തുടങ്ങണം. ബാബു ഏട്ടനെ സഹായിക്കണം. 3000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ചുറ്റലുകാരൻ. കുട്ടാബി, ചുറ്റലുകാരൻ തുടങ്ങാം. 3000 രൂപയുടെ ഗെയിം തുടങ്ങാം. ഗെയിം എന്താണെന്ന് പറഞ്ഞു തരാം. ഇവിടെ രണ്ട് കളറിലുള്ള റോളിലുള്ള റിബൺ ഇരിപ്പുണ്ട്. 80 സെക്കൻഡാണ് സമയം. അതിന്റെ അറ്റത്ത് പിടിക്കുക. രണ്ട് കയ്യിലും മാറി മാറി പിടിക്കുക. ഫുള്ള് 2 കയ്യിലും ചുറ്റി തീർക്കുക. മനസ്സിലായോ? ഗെയിം സ്റ്റാർട്ട്. ചുറ്റലുകാരൻ. 80 സെക്കൻഡാണ് സമയം. മറ്റേ കൈ. 15 സെക്കൻഡ് കഴിഞ്ഞു. ഇപ്പുറത്തെ 20 സെക്കൻഡ് കഴിഞ്ഞു. മറ്റേ കൈ പോണു. ചുറ്റ്. ഓക്കെ. നല്ല കയ്യടി. നിങ്ങളുടെ കയ്യടി. നല്ല കയ്യടി. മറ്റേ കയ്യ. കൈക്ക് വെളിയിൽ പോകാൻ ശ്രദ്ധിച്ച് ചെയ്താൽ എളുപ്പമുണ്ട്. ശ്രദ്ധിച്ച് എങ്ങനെയാന്ന്. 40 സെക്കൻഡായി. മറ്റേ കൈ. ഒരുമിച്ച്. 2 കൈയും. ജയിച്ചിരിക്കുകയാണ്. 3000 രൂപ ഉറപ്പുള്ള സമ്മാനം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. രൂപ ഉറപ്പുള്ള സമ്മാനമുണ്ട് കുട്ടാപ്പിക്ക്. ഏതായാലും നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് തീർക്കാം. ആയിക്കോട്ടെ. 1000 രൂപ ഞാൻ തന്നിട്ടുണ്ട്. 2000 രൂപ ഉറപ്പുള്ള സമ്മാനം കൊടുത്തോളൂ. നിങ്ങൾ തന്നെ കൊടുത്തോളൂ. ഓക്കെ, നല്ല കയ്യടി. അപ്പോ നമ്മുടെ ഏട്ടന്റെ പേരെന്താണ്? ബാബു ഏട്ടന് 3000 രൂപയുടെ സഹായമായിരിക്കുകയാണ്. ബാബുവേട്ടന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ബാബുവേട്ടന് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അവിടെ പിന്നെ വീടായ പുള്ളിക്ക്? ബാബുവേട്ടൻ വീടായിട്ടില്ല, ചെറിയ വീടാണ്. ചെറിയ വീടാണ്. ഓക്കെ. നല്ല തേച്ച വീടൊക്കെയാണോ? അല്ല, സാധാ ചെറിയ വീട്. പിന്നെ ബാക്കി കാര്യങ്ങൾ? ബാക്കി കാര്യം ചെറിയ മോനാണുള്ളത്. അത് പിന്നെ ഒരു ഭാര്യ. ഹോസ്പിറ്റൽ തന്നെയാണ് കിടക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ? അല്ല, ഇവിടെ യുനാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ. ഒരുപാട് പൈസയാവും അവിടെ? ഒരുപാട് പൈസയാവും. 1.5 ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, പറ്റുന്നവർ കഴിവുള്ളവരൊക്കെ അത് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഏതായാലും നമുക്കിനി അടുത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്ന അടുത്ത ഗെയിമിലേക്ക് പോകണം അല്ലേ? 5000 രൂപയുടെ ഗെയിമിലേക്ക് പോകണം. ഉറപ്പാണ്? തീരുമാനിച്ചിറങ്ങിയത് തന്നെയാണ്. തീരുമാനിച്ചിറങ്ങിയതാണ്. ഏതായാലും അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ നാട്ടിലെ ഇവിടുത്തെ ഒരു കുട്ടിയുടെ ഒരു ചെറിയ പെർഫോമൻസ് കണ്ടിട്ട് വരാം. ഓക്കെ.
അടിയേ കേളടിയേ തെരുക്കൂത്ത് കേളടിയേ ബലരാമകൃഷ്ണന്മാർ ദേഹം വെടിഞ്ഞതും യാദവകുലം മുച്ചൂടും നശിച്ചതും കേളടിയേ കേളടിയേ ദിന 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 ദിൻ ദിന 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 ദിൻ ദിന ദിന ദിൻ ദിന ദിന ദിൻ ദിന ദിന ദിനക 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 ധാം മുസലോ പപാത്ത என்ன தெரியாதா ഒലക്ക ഇരുമ്പൊലക്ക വീണത്രേ മഹാഭാരത യുദ്ധം കഴിഞ്ഞു കാലം 36 തികഞ്ഞു ദ്വാരകപുരിയിലെത്തി മാമുനി വിശ്വാമിത്രനും കണ്വനും മുനിമാരെ കണ്ടപ്പോൾ യാദവരിൽ ചിലർ പരിഹസിച്ചിടുവാൻ നനച്ചുകൊണ്ട് പെൺവേഷം കെട്ടിച്ചു ഗർഭിണിയെ പോലെ സാമ്പനെ മുന്നിലായി കൊണ്ടുചെന്നു ചൊന്നാലും മുനിമാരെ പൂർണ്ണ ഗർഭിണിയാകും ഇവളുടെ സന്തതി ആണോ പെണ്ണോ ത്രികാലങ്ങൾ അറിയുന്ന മാമുനിമാർ പരിഹാസ ശരമേറ്റ് കോപാന്തരായി യാദവർക്കായി ശാപം ചൊരിഞ്ഞു ഈ ഗർഭിണിയാം സാമ്പൻ പ്രസവിക്കും ഒരു ഇരുമ്പുലക്ക യാദവകുലം മുഴുവൻ അതുകൊണ്ടടിച്ചു മരിക്കും നാളേറെ ചെന്നില്ല സാമ്പൻ പ്രസവിച്ചു അത്യുഗ്രമായൊരു ഇരുമ്പുലക്ക രാഗി പൊടിച്ചവർ ഇരുമ്പുലക്ക പൊടിയാക്കി കടലിൽ കലക്കിയത്രേ രാഗാൻ കഴിയാതെ വന്നൊരച്ചെറുതരി കടലിൽ എറിഞ്ഞവർ തിരിച്ചു വന്നു തീരത്തു വന്നടിഞ്ഞ പൊടിയെല്ലാം എരകപ്പുല്ലായി വളർന്നു വന്നു ഇരുമ്പിൻ ചെറുതരി വിഴുങ്ങിയ ഒരു മത്സ്യം ജരയെന്ന വേടന്റെ ചുണ്ടയില മുറിച്ചപ്പോൾ കണ്ട ഇരുമ്പെടുത്ത വേടൻ അമ്പിൻ തുമ്പിലെ മുനമ്പാക്കി ആട്ടമായി പാട്ടുമായി കൂത്തുമായി മദ്യപിച്ചു മത്തരായി യാദവന്മാർ പലതും പറഞ്ഞു വഴക്കടിച്ചു വേഗം തമ്മിൽ തമ്മിൽ കൊല്ലാനൊരുങ്ങി ആയുധമില്ലാതെ വന്ന നേരം ക്ഷണം എരകപ്പുല്ലവർ പറിച്ചെടുത്തു കഷ്ടം മഹാകഷ്ടം മാറുന്നു പുല്ലത് ഉലക്കയായി ആഞ്ഞടിച്ചു പരസ്പരം കൊന്നുവീഴ്ത്തി യാദവകുലം തമ്മിൽ തമ്മിൽ തല്ലി മരിച്ചു ഏകനായി കൃഷ്ണൻ കാട്ടിലലയവേ ഇരയെന്നു കരുതി ജരയെന്ന വേടൻ ഇരുമ്പിൻ മുന വെച്ചൊരമ്പെയ്തു കണ്ണനെ ആ കഷ്ടം ഭഗവാനും മരിച്ചു വീണു പിന്നെ വാനിലേക്കുയർന്നു ലക്ഷ്മിയുമാ ஐயா அம்மா அத்தா புரிஞ்சுதா அதுக்கப்புறம் ദ്വാരകപുരിയെല്ലാം കടലിലാണ്ടു പോയി യാദവരെല്ലാം നശിച്ചു പോയി ദിന്ത തക്കിട്ട് തനക്ക് തക്കിട്ട് തനക്ക് തക്കിട്ട് തനക്ക് തക്കിട്ട് ദിന്ത 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 ആട്ടാടി ആട്ടാടി ஆத்தாடி நான் சொல்லும் கதை கேட்டாயோ இந்த சபையிலே ஒரு காரியம் சொல்ல போறேன் ആര് നിനച്ചാലും മാറ്റാനാകില്ല ഒരു കാലവും ആ വിധിയും നീനെ അത് ബ്രഹ്മൻ നിനച്ചാലും മാറ്റാനാകില്ല എന്നുമറിയണം സഭയങ്ങിനെ എന്നുമറിയണം സഭയങ്ങിനെ എന്നുമറിയണം സഭയങ്ങിനെ കുട്ടാപ്പി നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് പോകണം.
നല്ല ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെ നടന്നത് അല്ലേ? കുട്ടി നന്നായിട്ട് കളിച്ചു. ഏതായാലും 5000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ കുട്ടാപ്പി റെഡിയാണ്, റെഡിയായിട്ട് നിൽക്കുകയാണ്. എടുക്കാം. ഓക്കെ, അഞ്ഞു പിടിച്ചു. കുട്ടാപ്പിക്കുള്ള ഗെയിം പറയുകയാണ്. സൂപ്പർ മെമ്പറിൽ 5000 രൂപയുടെ ഗെയിമാണ് ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എറിയുക, നേരെ അത് ഇതിനകത്ത് ചാടിക്കുക. 60 സെക്കൻഡാണ് സമയം. 5000 രൂപയുടെ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ബാബുവേട്ടന് വേണ്ടിയിട്ട് 5 ബോൾ ഇട്ടാൽ മതി. ഒരുപാട് ബോൾ ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത്. 5 ബോൾ ഇട്ടാൽ മതി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 60 സെക്കൻഡിനുള്ളിൽ 5 ബോൾ തീർച്ചയായിട്ടും ഇടാൻ പറ്റും. ബാബുവേട്ടന് വേണ്ടി കളിക്കാൻ പോവുകയാണ് കുട്ടാപ്പി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 40 ഡിഗ്രി ചുറ്റളവിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ടേണിംഗ് പോയിന്റ്. Yes. Oh. Yes. Oh. Yes. Oh. കയ്യടിക്കുക. Yes. Oh. കുട്ടാപ്പി, 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 അങ്ങ് പിടിക്കൂ കുട്ടാപ്പി, അങ്ങ് പിടിക്കൂ കുട്ടാപ്പി, ബോളെറിയൂ കുട്ടായി, ചിരിച്ചു നിൽക്കും കുട്ടാപ്പി, 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 കുട്ടാപ്പി. ഐ അങ്ങനെ ശ്രദ്ധിക്കാം. ഓ, ശ്രദ്ധിച്ച്. എല്ലാം എളുപ്പമുള്ള ഗെയിമല്ല. കൗണ്ട് ഡൗൺ. 10 9 8 7 6 5 4 3 2 1 0. അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറ്റിയില്ല. അത് ഗംഭീരമായി. ലെറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആവറേ. അൺഫോർച്ചുനേറ്റ്ലി കുട്ടാപ്പിക്ക് 3000 രൂപയുടെ ഗെയിം വരെ പോകാൻ പറ്റുള്ളൂ. എന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് ഒരു റൂൾസ് കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സി കേരളം എപ്പോഴും വേദനിക്കുന്നവൻ്റെ കൂടെയുമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു വിഷയം ഒരു മത്സര ബുദ്ധിയോടെ അല്ലാതെ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇവരുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു തന്നെയാണ് നമ്മളിവിടെ വന്നത്. കാരണം കൊച്ചിയിൽ നിന്ന് ഈ കോഴിക്കോട് വന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും 3000 രൂപ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് പരിപാടി? ബാബുവേട്ടൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്. ബാബുവേട്ടന് വേണ്ടിയിട്ട് വൈഫിനെ കൊടുക്കാം. ബാബുവേട്ടൻ്റെ വൈഫ് ഒന്ന് വരാമോ? ഇതാണ് ബാബുവേട്ടൻ്റെ വൈഫ് അല്ലേ? എന്താ പേര്? ഷൈജ. ഷൈജ എന്നാണ് പേര്. എത്ര നാളായി ബാബുവേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട്? 1.5 വർഷം കഴിഞ്ഞു. എന്തായിരുന്നു സംഭവിച്ചത്? വീണതായിരുന്നു. എവിടുന്ന് വീണു? വീടിന്റെ മുറ്റത്ത്. എന്താ പറ്റിയത്? എന്താ? സ്പൈനൽ കോഡിന് നട്ടലിന് ക്ഷതയേറ്റു. എത്ര നാൾ? 1.5 വർഷമായിട്ട് ചികിത്സിക്കുന്നു. എവിടെയൊക്കെ ചികിത്സിച്ചു? ഇപ്പം മെഡിക്കൽ കോളേജിൽ 20 ദിവസം, പിന്നെ താമരശ്ശേരി 13, അതിനുശേഷം 1 വർഷവും 1 മാസവും കഴിഞ്ഞ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ. നല്ല ചെലവുണ്ടാവുന്നുണ്ടോ? ഓക്കെ. എന്ത് ജോലിയായിരുന്നു അദ്ദേഹത്തിന്? സാധാ നാടൻ പണിയാണല്ലേ? എത്ര കുട്ടികളാ? ഒരു മോന്. മോന്റെ പേരെന്താ? അഖിൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th D. ഓ ഓക്കെ 9th D എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3000 രൂപ സമ്മാനമുണ്ട്, അത് കൈമാറുകയാണ്. വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്? വീട്ടില് കുഴപ്പമില്ല, ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എന്താ പറയുക, ചികിത്സേന ചെലവൊക്കെ നല്ലവരായ ആൾക്കാർ എന്നെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വിഷമമായിരിക്കും. ഇല്ലായ്മ ഇല്ലാത്തവർ പറയാറില്ല അല്ലേ? ഇല്ലാത്തവർ എന്താ പറയുക, മുണ്ട് മടക്കി മുറുക്കി കൊട്ടുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഉള്ളവർ പറയും ഇല്ല എന്ന് പറയും. ഇല്ലാത്തവർ സാധാരണ ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. അഭിമാനം നമ്മൾ അല്ലേ, അതിനൊന്നും നമ്മളെ കിട്ടൂല. എന്തായാലും നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക്. ബാബുവേട്ടന് എത്ര വയസ്സുണ്ട്? 46 വയസ്സ് ആയിട്ടുള്ളൂ അല്ലേ? വളരെ ചെറുപ്പമാണ്. എന്തായാലും നമുക്ക് ഇപ്പൊ കളിച്ചു കിട്ടിയ ഒരു 3000 രൂപ നമുക്ക് കൊടുക്കാം. നിറഞ്ഞ കയ്യടിയോടുകൂടി, നിറഞ്ഞ സ്നേഹത്തോടു കൂടി 3000 രൂപ കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷം.
ഇങ്ങനെ ആവട്ടെ, ഇങ്ങനെ തന്നെ ആവട്ടെ എല്ലാ ക്ലബുകളും. ഓക്കെ, ഒരുപാട് സന്തോഷം ചേച്ചി. ഓക്കെ, ഒരുപാട് താങ്ക്സ്. ഇവരോട് എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? എന്താ പറയാ, എനിക്ക് എന്താ ഒന്നും അങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല. സത്യം പറയാ ഒരു വിഷമാ. പറയേച്ചി, ഒന്നുമില്ല. പറ, എന്താ പറയാനുള്ളത്? നമ്മുടെ നാട്ടുകാരല്ലേ, പറയൂ. കാരണം ഇങ്ങനെയൊന്നും നിങ്ങളിവിടെ നാട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി കണ്ടിട്ടില്ലല്ലോ, അല്ലേ? ഒരുമിച്ച് ഇവരെ കണ്ടിട്ടില്ല, എല്ലാവരും കൂടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പറയാം, നമ്മുടെ നാട്ടുകാരോടാണ് പറയുന്നത്, നമ്മുടെ പ്രേക്ഷകരോടാണ് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയും, ഇവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പറയൂ. ഇത്രയും വരെ എത്തിച്ച് ഇവരെല്ലാവരും കൂടെയാണ്. ഇനി മുന്നോട്ടും ഒന്ന് നടക്കുന്നത് വരെ സഹായങ്ങൾ പ്രതീക്ഷിക്കും. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നടക്കും, അല്ലേ? നടക്കില്ലേ? 100% നടക്കും. 100% നമ്മുടെ ബാബുവേട്ടൻ നടക്കും. ഇവരുടെ എല്ലാം നമ്മുടെ നാടിൻ്റെ കയ്യൊപ്പുണ്ട്, നാടിൻ്റെ സ്നേഹമുണ്ട് ബാബുവേട്ടൻ്റെ കൂടെ. ഒരുപാട് സന്തോഷം. ഇത് ഇവിടെ കൊണ്ട് നിർത്തുകയല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ. ബാബുവേട്ടന് വേണ്ടി ഈ കളി തുടരുവാൻ ആരാണുള്ളത്? അഞ്ജുഷ, വെൽക്കം. അഞ്ജുഷേ, എവിടെ അഞ്ജുഷ വീട്? ഇവിടെ തന്നെയുള്ള. ഇവിടെ തന്നെയാണോ? എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടിരിക്കും. ചേച്ചി അറിയോ? കണ്ടിട്ടുണ്ടല്ലേ? അതുപോലെ ബാബുവേട്ടന് വേണ്ടി കളിക്കാൻ തയ്യാറല്ലേ? ഓക്കെ, ബാബുവേട്ടന് വേണ്ടി കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ അഞ്ജുഷ? അതെ അതെ. ഇച്ചിരി പേടിയുണ്ടോ? ഏയ്, നമ്മളങ്ങനെ ഭയക്കണ ആളൊന്നും അല്ല, അല്ലേ? അല്ല. 1000 രൂപയുടെ ഗെയിമാണ് അഞ്ജുഷ കളിക്കാൻ പോകുന്നത്. അഞ്ജു എന്ന് എളുപ്പത്തിന് വിളിക്കുക, അല്ലേ? അഞ്ജു 1000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. ബാബുവേട്ടന് വേണ്ടിയാണ് കളിക്കാൻ പോകുന്നത്. നോക്കാം അഞ്ജുവിന് വെച്ചിരിക്കുന്ന ഗെയിം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. എടുത്തോളൂ അഞ്ജു. ഗെയിമിന്റെ പേരാണ് ചൂരൽ ചട്ടുകം. എന്താന്ന് മനസ്സിലായോ? ചൂരൽ ചട്ടുകം. നല്ല ചൂരലിന്റെ പെടയുണ്ടെന്ന് നല്ല മനസ്സിലായി. ചൂരലിന്റെ പേടയുടെ കുറവുണ്ടോ? കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ആരാ കൂടുതൽ തരുന്നത്? അമ്മ. അമ്മ തരും. ചൂരലിനാണ് തരുന്നത്? ചൂരലൊന്നല്ല, തവിക്ക് കിട്ടുമോ? തവിക്ക് കിട്ടുന്നോണ്ട് എടുത്തിട്ടല്ലോ. കിട്ടും അല്ലേ? ചെരവയ്ക്ക് അതൊന്നും കിട്ടില്ല. അത്രയും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഒലക്ക, അങ്ങനെ ഒലക്ക കുഴപ്പമില്ല. മട്ടല്, പച്ച മടല്. മട്ടൽ എന്ന് പറഞ്ഞാൽ അതായത് തെങ്ങിന്റെ ഓലയുടെ. ഞങ്ങൾ പറയുന്ന മടലെന്നാ പറയുന്നത്, പച്ച മട്ടല്. ഓക്കെ, അതിന് കിട്ടാറുണ്ടോ? അതില് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനൊക്കെ കൂടുതൽ കിട്ടാറ്? പറഞ്ഞത് കേൾക്കാത്തത്. നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഏതായാലും പറഞ്ഞ അനുസരണയില്ല, അല്ലേ? ഏതായാലും സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ചൂരൽ ചട്ടുകം
അഞ്ജുഷേ, അപ്പോൾ നമുക്ക് ചൂരൽ ചട്ടുകം കളിക്കാം അല്ലേ? എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ 2 ചൂരൽ ചട്ടുക ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ദോശയാണെന്ന് കരുതിയാൽ മതി. ഈ ദോശ 120 സെക്കൻഡിനുള്ളിൽ 4 എണ്ണം മറിച്ചിടണം. മനസ്സിലായോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഈ മാർക്കിൻ്റെ അവിടം വരെ പിടിക്കുക, എന്നിട്ട് 2 ചൂരൽ കൊണ്ട് ദോശ മറിച്ചിടുക. മനസ്സിലായല്ലേ? ചെറിയ ഗെയിമാണ്. 120 സെക്കൻഡ് ഉണ്ട്. 4 എണ്ണം അതുപോലെ മറിച്ചിട്ടാൽ മതി. അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുകയാണ്. ചൂരൽ ചട്ടുകം. ഇതേപോലെ പുലിയായിരുന്നില്ലേ? ആ, ആ, യെസ്. അപ്പോ 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം ബാബുവിന് വേണ്ടി കളിച്ചു. 5 ആണ് കളിച്ചത്. ഹാപ്പി അല്ലേ? യെസ്. ഓക്കെ. 2000 രൂപയുടെ അടുത്ത ഗെയിമിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ തമ്മിൽ ഇച്ചിരി ബിസിനസ് ഉണ്ട്. 1000 രൂപയുടെ കടമുണ്ടല്ലേ? ഓക്കെ. നമ്മൾ ബാബുവിന് വേണ്ടിയുള്ള 1000 രൂപയുടെ കടം തന്നേക്കട്ടെ. ഓക്കെ. 1000 രൂപ. നല്ലൊരു കൈയടി. ഓക്കെ മോളെ, സന്തോഷമായില്ലേ? അപ്പോൾ അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കണം അല്ലേ? റെഡി അല്ലേ? നോക്കിയോളൂ. അഞ്ജുവിനുള്ള ഗെയിം 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് പറയുന്നത്. കൂടുമാറ്റം. കൂടുമാറ്റം എന്താണെന്ന് പറയാം. ഇത് ബക്കറ്റിനകത്ത് കുറേ ബോൾ ഇരിപ്പുണ്ട്. ഇവിടെ വേറൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്. 100 സെക്കൻഡിനുള്ളിൽ ഈ ബോൾ ഇതിൽ നിന്ന് പിടിച്ചിട്ട് പൊക്കിയിടുക. പൊക്കിയിടുമ്പോൾ ആ സമയത്ത് തന്നെ ഈ ബക്കറ്റ് താഴെ വെച്ചിട്ട് ഇതിനകത്ത് മാക്സിമം പിടിക്കുക കേട്ടോ. ഇതിനകത്ത് മാക്സിമം പിടിച്ചിട്ട് അതിൽ കൊണ്ടുപോയിടുക. അപ്പോൾ അവസാനം എണ്ണുമ്പം അതിനകത്ത് ടോട്ടൽ ബോൾ എത്ര എണ്ണം വേണം? 20 ബോൾ വേണം. അപ്പോൾ മനസ്സിലായല്ലോ? 100 സെക്കൻഡിനുള്ളിൽ മാക്സിമം ബോളാണ് പിടിക്കേണ്ടത്. ബക്കറ്റ് പൊക്കി ബോൾ ഇടുക, ചേഞ്ച് ചെയ്ത് ഇതിൽ പിടിക്കുക, അവിടെ കൊണ്ടുപോയിടുക. 1, 2, 3, 4 ബക്കറ്റ് ഉണ്ട്. 4 ബക്കറ്റിൽ നിന്നായി 20 ബോളാണ് പിടിക്കേണ്ടത്. റെഡിയല്ലേ? അതെ, റെഡിയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൂടുമാറ്റം. യെസ്. ഓയ് പിടിക്ക. യെസ്. ഓ മോളെ, ഇത് പ്ലാൻ ചെയ്ത് ചെയ്യേ. കളയല്ല. ആലോചിച്ചിട്ട് ചെയ്യ. എന്തായാലും രക്ഷയില്ല. ബോളില്ല, ബക്കറ്റും ഇല്ല, ഒന്നുമില്ല. എല്ലാം തകർത്ത് തരിപ്പണമാക്കി. നമ്മൾ ആദ്യത്തെ ഗെയിം എളുപ്പമായിരുന്നു. 2ാമത്തെ ഗെയിമിന് അതിൻ്റെ റിസ്ക് ഉണ്ട്. നമ്മൾ ആദ്യം കളിച്ച പോലെ കളിക്കരുത്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് അതുപോലെ വേണം ചെയ്യാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്ഥലത്ത് വന്നപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒരാൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ നന്മകൾ മുഴുവൻ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ബാബുവേട്ടന് വേണ്ടി ഒരു ഗ്രാമം ഒരുമിച്ചു. അവിടെ വഴക്കുകളില്ല, പ്രശ്നങ്ങളില്ല. ബാബുവേട്ടന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇത്രയും രൂപയെ കിട്ടിയുള്ളെങ്കിലും ബാബുവേട്ടന് വേണ്ടിയാണ് കളിക്കുന്നത്. ഞാൻ ഈ ബാബുവേട്ടനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവരുടെ സ്നേഹത്തിലൂടെ നമുക്ക് ബാബുവേട്ടനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അത് ഇവരുടെ മനസ്സിലെ സ്നേഹമാണോ ബാബുവേട്ടൻ്റെ സ്നേഹമാണോ എന്തോ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇവിടുന്ന് തിരിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു വേദന പോലെ ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. കുറി തൊടുന്നതിലല്ല, കുരിശ് വരയ്ക്കുന്നതിലല്ല, നിസ്കരിക്കുന്നതിലല്ല, ഇവിടെയൊന്നുമല്ല ദൈവം കുടികൊള്ളുന്നത്. നന്മയിലാണ്, പരസ്പര സ്നേഹത്തിലാണ്. അന്യന്റെ വേദനയിൽ കണ്ണ് നിറയുന്നവന്റെ കൂടെയാണ് ദൈവം. കാണാം, നാളെ നിങ്ങളുടെ നാട്ടിൽ വേദനയൊപ്പാൻ, സമ്മാനം തരുവാൻ, ബമ്പർ അടിപ്പിക്കാൻ ഞാനുണ്ടാവും. നിങ്ങളുടെ സ്വന്തം സി കേരളത്തിൽ, നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ.